ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ദേഷ്യത്തോടും അമർഷത്തോടും കൂടിയാണ്. ഭയങ്കര വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് പറയാം. ഇത് തിരുവനന്തപുരത്ത് കല്ല ഭാഗത്ത് അവിടെ ഒരു അമ്പലത്തിലെ കളങ്കാവ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗാനമേള നടത്തി വരുന്നത്. ഗാനമേള കഴിഞ്ഞ് നമ്മൾ സൗണ്ടിൻ്റെ ആൾക്കാർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് സാമൂഹിക വിരുദ്ധ തോന്നി. നാട്ടുകാർ തന്നെയാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ട് അത് അവരായിട്ട് തീർക്കാതെ ഇതെല്ലാം രണ്ട് സെറ്റ് ലൈനിൻ്റെ ഇവിടെ ഔട്ട് വെച്ചിരുന്ന സൗണ്ട് കയറേണ്ട ബോക്സ് ഇത് നമ്മളെ വണ്ടി മുഴുവനായിട്ട് അടിച്ച് നശിപ്പിച്ച് തകർത്ത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ചോദിക്കാനും ഇവിടുത്തെ നാട്ടുകാരും ഇല്ല. പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്ന് അവിടെ വേറെ ആരുമില്ലേ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പത്രക്കാരെ വിളിച്ച് പറഞ്ഞ് ന്യൂസുകളിൽ വിളിച്ച് പറഞ്ഞു ആർക്കും ഒരു ഇതില്ല. നഷ്ടം നമുക്ക് സംഭവിച്ചു. നമുക്ക് തന്നെയാണ്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു മനുഷ്യർ പോലും അതാണ് ഇത്ര വിഷയം. ഈ നാട്ടിലൊരു മനുഷ്യർ പോലും ഇത്രയും ബഹളകുമാരി തള്ളി പൊളിച്ച് കാണിച്ചിട്ട് ഒരാൾ പോലും ഇറങ്ങി വന്നില്ല. കണ്ടല്ലേ, ഇവന്മാർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഇവന്മാർ ആ നാട്ടിലെ ചില നാറികൾ കാണിച്ചു കൂട്ടിയ പരിപാടിയാണിത്. ഈ നാറികൾക്ക് കമ്മിറ്റിക്കാർക്കുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാരോട്ട് തീർക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ അവിടെ സൗണ്ട്സിന് വന്ന ആൾക്കാരുടെ നെഞ്ചത്തല്ല കയറേണ്ടത്. എത്ര ലക്ഷം രൂപയുടെ സാധനമാണ് ആ നിലത്ത് കിടക്കുന്നതെന്നറിയോ? ഇവന്മാരോട് എന്ത് ചെയ്തിട്ടാ? ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകണം. ഈ കാണിച്ച തെമ്മാടികളെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല, ഒരു രീതിയിൽ അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവന്മാർ കിട്ടാവുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. തന്തയില്ലായ്മ എന്ന് പറഞ്ഞാൽ ശുദ്ധ തന്തയില്ലായ്മ. ഇവന്മാർ ആ നാട്ടുകാരൊക്കെ അടിച്ച് നമ്മുടെ കയ്യും കാലും തല്ലുപിടിക്കാൻ ആ നാട്ടിലെ ആൾക്കാരില്ലഞ്ഞിട്ടാണോ? ആ പാവപ്പെട്ട സൗണ്ട്സ് ചെയ്യാൻ വന്ന ജനങ്ങളുടെ ആൾക്കാരുടെ നെഞ്ചത്തേക്കാണോ അവന്മാർ കയറുന്നത്? എത്ര ലക്ഷം രൂപയുടെ സാധനന്മാർ ഈ തല്ലിപ്പൊളിച്ചിട്ടേക്കുന്നത്? എത്ര ലക്ഷം രൂപയുടെ സാധനം? അവർ ഈ പ്രോഗ്രാം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങളാരും കൊണ്ട് കൊടുത്തിട്ടാണോ? സർക്കാരിൻ്റെ ഭാഗത്ത് എല്ലാം കിട്ടിയിട്ടാണോ അവന്മാർ ജീവിക്കുന്നത്? അല്ലല്ലോ. ഈ പ്രോഗ്രാം ഈ സൗണ്ട്സ് ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എത്രയുടെ അന്നമെന്നറിയോ? ഈ ഇതിനൊക്കെ എന്താ പറയണ്ടേ? ആ കമ്മിറ്റിക്കാർ പോലും ഇടപെട്ടില്ല ഇതിനകത്ത്. അവർ പറഞ്ഞിട്ട് നാട്ടുകാരും വന്നിട്ടില്ല, കമ്മിറ്റിക്കാരും ഇടപെട്ടിട്ടില്ല. ഈ നാറികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ